ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെയും സമൂഹത്തെയുമൊക്കെ പുതിയ കാലത്ത് മികച്ച മനുഷ്യരായി മുന്നേറാൻ നമ്മുടെ സാഹിത്യോത്സവങ്ങൾ വലിയ പ്രചോദനമാവുന്നുണ്ട്. സാഹിത്യോത്സവ് കേരളത്തിലെ ഏറെക്കുറെ മനുഷ്യരും ഇന്ന് അനുഭവിച്ചു കഴിഞ്ഞു. കേരളത്തിൻ്റെ പുറത്തും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ ഇപ്പോൾ സാഹിത്യോത്സവങ്ങൾ നടക്കുകയാണ്. ഈ വർഷത്തെ ദേശീയ സാഹിത്യോത്സവ് തമിഴ്നാട്ടിൽ ചെന്നൈയിൽ സമാപിക്കുന്നതോടുകൂടെ അടുത്ത സാഹിത്യോത്സവങ്ങളിലേക്കുള്ള ആലോചനകളിലേക്ക് SSFൻ്റെ ഘടകങ്ങൾ പ്രവേശിക്കുകയാണ്. ഇങ്ങനെ വിദ്യാർത്ഥികൾ മുഴുവനും നാളേക്ക് വേണ്ടി ഏറ്റവും സർഗാത്മകമായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സാഹിത്യോത്സവങ്ങൾ നിർവഹിക്കുന്ന ധർമ്മം. എല്ലാത്തരം വിദ്യാർത്ഥികളും സാഹിത്യോത്സവിൻ്റെ ഭാഗമാകുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, കേരളത്തിലെ വിദ്യാർത്ഥികളെപ്പോലെ നിരവധി ഇത്തരം അവസരങ്ങൾ ലഭിക്കാത്ത വിദ്യാർത്ഥികളാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമുള്ളത്. ഒരുപക്ഷെ സ്കൂളുകളിൽ പോലും പോവാൻ അവസരമില്ലാത്ത വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളും സാഹിത്യോത്സവ് പ്രചോദനമായി സ്കൂളുകളിലേക്ക് പോകുന്നു. സാഹിത്യോത്സവിൻ്റെ സംഘാടനം സ്കൂൾ രൂപീകരണങ്ങളിലേക്ക് എത്തുന്നു എന്നതൊക്കെ വളരെ ആനന്ദകരമായ കാഴ്ചകളാണ്. ഒരു ദേശീയ സാഹിത്യോത്സവം നടക്കുമ്പോൾ 33 വർഷം മുമ്പ് സാഹിത്യോത്സവം ആരംഭിച്ച കേരളത്തിൻ്റെക്കാൾ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങളായി ഇന്ത്യയിലെ കാശ്മീരും അതേപ്രകാരം പശ്ചിമ ബംഗാളും കർണാടകയുമൊക്കെ വലിയ പ്രകടനങ്ങൾ നടത്തുന്നു എന്നത് അവിടെയൊക്കെയുള്ള മാനുഷിക വിഭവങ്ങളെ സാഹിത്യോത്സവ് എത്രമേൽ പ്രചോദിപ്പിക്കുന്നു എന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇവിടെ വ്യത്യസ്തമായ തീമുകൾ സാഹിത്യോത്സവ് ചർച്ചയാക്കുന്നു. വേഗതയെപ്പറ്റിയാണ് ഇവിടെ നടക്കുന്ന ചർച്ച. വേഗതയ്ക്ക് പുതിയ മാനങ്ങൾ വന്നിട്ടുള്ള, വളരെ അതിവേഗതകൾ എല്ലാം മറന്നുകൊണ്ടുള്ള ഓട്ടങ്ങളുടെ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ പുരോഗതിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ സ്വഭാവമാണ്, അതിൻ്റെ പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവമാണ് വേഗത എന്ന് പറയുന്നത്. നമുക്ക് എല്ലാത്തരം തടസ്സങ്ങളെയും നീക്കി മുന്നോട്ട് പോവുക എന്നത് മനുഷ്യൻ അടിസ്ഥാനപരമായി അവൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള സഞ്ചാരത്തിൻ്റെ ഭാഗമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിയിലെ തടസ്സം നീക്കുക അത് ഒരു ധർമ്മമാണ് എന്ന് നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ തടസ്സം എന്ന് പറയുന്നത് കേവലം നമ്മൾ കാണുന്ന കല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും തടസ്സത്തിലുള്ള കേവല തടസ്സങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യൻ്റെ സ്വച്ഛന്തമായ സഞ്ചാരത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാനുള്ള പ്രചോദനമാണ്.
വികസന പ്രവർത്തനങ്ങൾ, പുരോഗമന പ്രവർത്തനങ്ങൾ വിശ്വാസിക്ക് ബാധ്യതയുള്ള കാര്യമാണ്. വഴിയിലെ തടസ്സം നീക്കൽ മാത്രമല്ല, പുതിയ വഴിവെട്ടൽ വിശ്വാസത്തിൻ്റെ മനോഹാരിതയാണ്. വഴി ഒരുക്കിക്കൊടുക്കുന്നവർ, സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുക എന്ന് പറയുന്നത്, അപരർക്ക് വേണ്ടി അവസരങ്ങൾ ഒരുക്കിക്കൊടുക്കുക എന്ന് പറയുന്നത് വിശ്വാസിയുടെ നാച്ചറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അങ്ങനെ സ്വന്തമായി ഞാനും അതോടൊപ്പം എന്നെ ആശ്രയിക്കുന്ന മനുഷ്യരും ലോകത്തുള്ള എല്ലാ മനുഷ്യരും കൂടുതൽ പുരോഗതിയിലേക്ക് സഞ്ചരിക്കണം എന്നത് തന്നെയാണ് ഇസ്ലാമിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഈ പുരോഗതിക്കൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായി പ്രധാനപ്പെട്ടതാണ് സമ്പത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ സാമ്പത്തിക സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സക്കാത്തിനെ കുറിച്ചും സദഖയെക്കുറിച്ചും അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ടാകും. ചിലപ്പോൾ സക്കാത്ത് എന്ന് പറയുന്ന ആശയത്തിൻ്റെ മനോഹാരിത ആ ഒരു ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് ചിലപ്പോൾ നമ്മളെ കടത്തിവിടാതിരിക്കാനും സാധ്യതയുണ്ട്. അത്രമേൽ മനോഹരമായിട്ടുള്ള ആശയമാണല്ലോ സക്കാത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഇസ്ലാം വളരെ കൃത്യമായി ഷെയർ ബിസിനസിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. ഏറ്റവും മികച്ച രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ, നീതിയുക്തമായ രീതിയിൽ ബിസിനസ്സുകൾ നടത്താനുള്ള വിശാലമായ പാഠങ്ങളെ ഇസ്ലാം നൽകുന്നുണ്ട്. മക്കയിൽ നിന്ന് കുഫാറുകളുടെ അതിക്രമം കൊണ്ട് മദീനയിലേക്ക് വന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും മദീനയിലേക്ക് വരുമ്പോൾ സർവ്വസമ്പത്തും മക്കയിൽ ഉപേക്ഷിച്ചിട്ടാണ് അവർ വരുന്നത്. അങ്ങനെ മക്കയിലെ വലിയ സമ്പന്നരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിലെ വലിയ സമ്പന്നരാണ്. പക്ഷേ മദീനയിലേക്ക് വരുമ്പോൾ എല്ലാ സമ്പത്തും ഇട്ടേച്ചിട്ടാണ് അവർ വരുന്നത്. മദീനയിലെ മനുഷ്യർ അവരോട് പെരുമാറിയത്, ആ മനുഷ്യരെ നമ്മൾ വിളിക്കുന്നത് അൻസാറുകൾ എന്നാണ്, സഹായികൾ. അവരെ യാത്രക്കാരായി അഭയം തേടി വന്ന മനുഷ്യർക്ക് തങ്ങളുടെ സമ്പത്ത് പകുത്തു കൊടുക്കാൻ തീരുമാനിച്ചു. അവരെല്ലാം പകുത്തു കൊടുത്തു. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു അൻസാരിയായ സഹാബി പറഞ്ഞു, എനിക്ക് 2 തോട്ടമുണ്ട്, ഒരു തോട്ടം നിങ്ങൾക്ക് എടുക്കാം. എനിക്ക് 2 വീടുണ്ട്, ഒരു വീട് നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് നിങ്ങളുടെ തോട്ടം വേണ്ട, എനിക്ക് നിങ്ങളുടെ വീട് വേണ്ട, എനിക്ക് മാർക്കറ്റിലേക്കുള്ള വഴി കാണിച്ചു തന്നാൽ മതി. അല്പം തുടക്കത്തിൽ ഇടപാട് നടത്താനുള്ള കുറച്ച് പണം കടം തന്നാൽ മതി. അങ്ങനെ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിലവിലുള്ള സമ്പന്നരെക്കാൾ വലിയ സമ്പന്നനായി മാറുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നരായി മാറുകയാണ്. സാമ്പത്തിക രംഗത്ത് ഈ ദുനിയാവിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എല്ലാ കാലത്തും ഞാനിവിടെ ജീവിക്കുമെന്ന വിചാരത്തിൽ ഇവിടെ പ്രവർത്തനം നടത്തണം. അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക പ്രവർത്തനം ഇന്ന് ഞാൻ മരിക്കും, നാളെ ഞാൻ മരിക്കുമെന്ന് വിചാരിച്ചാണെങ്കിൽ എൻ്റെ സാമ്പത്തിക പ്രവർത്തനത്തിന് പുരോഗതി ഉണ്ടാവില്ല. ഇസ്ലാം സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന, ബിസിനസ് നടത്തുന്ന മനുഷ്യരോട് നീതിയുക്തമായി ബിസിനസ് നടത്താൻ പറയുമ്പോൾ തന്നെയും ഇവിടെ കൂടുതൽ കാലം ജീവിക്കുമെന്ന വിചാരത്തിൽ തന്നെ നടത്തണമെന്ന് നമ്മളോട് പറയുകയാണ്. ഞാനിവിടെ അവസാനിച്ചു പോകുമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യേണ്ട ഒരു വികസന പ്രവർത്തനത്തിനും ഞാൻ അവസാനം കുറിക്കാൻ പാടില്ല. ഇന്ന് ഞാൻ മരിക്കുന്ന ദിവസമാണെങ്കിൽ പോലും എൻ്റെ കയ്യിലുള്ള വിത്ത് നട്ടിട്ടു പോകണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ അർത്ഥത്തിൽ വിശാലമായ തരത്തിൽ നമ്മളെ പുരോഗതിയെക്കുറിച്ച്, സാമ്പത്തിക പുരോഗതിയെക്കുറിച്ച്, എല്ലാത്തിനെക്കുറിച്ചും നമ്മളോട് പറയുന്നു. പുതിയ കാലത്ത് മനുഷ്യൻ വേഗതയിൽ ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്നത് സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല, പണത്തിന് വേണ്ടിയാണ്. പണം സന്തോഷം നൽകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഒരു വേള പണം സന്തോഷം നൽകുന്ന ഒരു സാധനം തന്നെയാണെങ്കിൽ തന്നെയും പണത്തിന് വേണ്ടിയുള്ള അമിതമായ ഓട്ടത്തെ, വലിയ മറ്റു ഉത്തരവാദിത്തങ്ങളെ മറന്നുള്ള ഓട്ടത്തെയാണ് നമ്മൾക്ക് നിയന്ത്രണങ്ങളുള്ളത്. ഈ അർത്ഥത്തിൽ എല്ലാത്തരം പുരോഗതികളും ഉണ്ടാവണമെന്ന് പറയുമ്പോൾ തന്നെ ആ പുരോഗതികൾ മുഴുവനും നീതിയുക്തമാവണം. അള്ളാഹു വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളോട് പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഇഹ്സാനെ കുറിച്ച് മാത്രമല്ല, ഏറ്റവും ആദ്യമായി നമ്മളോട് പറയുന്നത്, അള്ളാഹുവിന് നമ്മളോട് പറയാനുള്ളത് നീതിയെക്കുറിച്ചാണ്. അതിൽ വേണം, എല്ലായിടങ്ങളിലും നീതി ഉണ്ടാവണം. നീതിക്ക് വിരുദ്ധമായ സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് പലിശ. നീതിക്ക് വിരുദ്ധമായിട്ടുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് മറ്റു തരത്തിലുള്ള കരിഞ്ചന്തയടക്കമുള്ള പ്രവർത്തനങ്ങൾ.
അതിനെ ഇസ്ലാം യോജിക്കുന്നില്ല. നീതിക്ക് വിരുദ്ധമായി ഒരാൾക്ക് എത്ര മുന്നേറാൻ കഴിഞ്ഞാലും ആ മുന്നേറ്റത്തിന് ഇസ്ലാം ലെജിറ്റിമൈസ് ചെയ്യുന്നില്ല എന്നതാണ്. ആ മുന്നേറ്റം അയാൾക്ക് അർഹതപ്പെട്ടതല്ല. അയാൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവേണ്ടതാണ്. നീതിയുക്തമായി മുന്നേറേണ്ടതുണ്ട്. ഈ പുതിയ കാലത്ത് എല്ലാ കാര്യങ്ങളും നേടാൻ വേണ്ടിയുള്ള സമയമില്ലാത്ത നെട്ടോട്ടങ്ങളെ കൊണ്ട് നഷ്ടപ്പെടുന്ന കുറെ യാഥാർത്ഥ്യങ്ങളെ കുറി തിരിച്ചറിയാനാണ് ഈ തീം നമ്മളോട് പറയുന്നത്. മനുഷ്യനെ പറ്റിയുള്ള ചിന്ത, അപരനെ പറ്റിയുള്ള ചിന്ത. ഇവിടെ ജേക്കബ് സാറ് അതിലേക്ക് വലിയ വെളിച്ചം വീശിയാണ് ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. നമ്മുടെ കൂടെയുള്ള മനുഷ്യർ, ആ മനുഷ്യരെ പറ്റിയുള്ള ചിന്ത വേണം. കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ ബർത്ത് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ്. വിദേശത്തെ പല രാജ്യങ്ങളും, ചൈന അടക്കമുള്ള രാജ്യങ്ങൾ, കൊറിയ അടക്കമുള്ള രാജ്യങ്ങൾ, ഓസ്ട്രേലിയയും ഒരു വേള റഷ്യയും ഒക്കെ അനുഭവിച്ചിട്ടുള്ള വലിയ പ്രതിസന്ധി, ഫാമിലി പ്ലാനിങ്ങിന്റെ അതിന്റെ നീതിയുക്തമല്ലാത്ത പ്രയോഗങ്ങളെ കൊണ്ട് ആ രാജ്യങ്ങൾക്കുണ്ടായ അപകടങ്ങൾ നമുക്കറിയാം. മനുഷ്യൻ സ്വന്തത്തിൽ തനിക്ക് നേടാൻ വേണ്ടി ആർത്തിമൂത്ത് സഞ്ചരിക്കുന്ന മനുഷ്യൻ നിർവഹിക്കേണ്ട ധർമ്മങ്ങളെ കുറിച്ച് മറന്നുപോയി. അതിനെ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. കൊറിയയുടെ പ്രധാനമന്ത്രി പത്രസമ്മേളനം വിളിച്ച് രാജ്യത്ത് ജനങ്ങളില്ലാതെയാകുന്ന കാലം വരുമെന്ന് പറഞ്ഞാണ് കരഞ്ഞത്. ചൈനയിൽ വയോജനങ്ങളെ പറ്റി, അവരുടെ പോപ്പുലേഷൻ വർദ്ധിക്കുന്നത് കൊണ്ട് രാജ്യത്ത് വരാൻ പോകുന്ന അപകടകരമായ ബാലൻസ് നഷ്ടപ്പെട്ട അവസ്ഥയെക്കുറിച്ചാണ് ഷീ ജിൻപിങ് സംസാരിച്ചത്. ലോകത്തെല്ലായിടത്തും സംസാരിച്ചു. അതാണ് റഷ്യയും ഓസ്ട്രേലിയയും ഒക്കെ ഒരു വേള നടത്തിയിട്ടുള്ള ഈ നിയന്ത്രണത്തിന്റെ അപകടകരമായിട്ടുള്ള റിസൾട്ടുകൾ അനുഭവിച്ചപ്പോൾ പുതിയ കാലത്ത് ജന്മം നൽകുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ അവർക്ക് വേണ്ടി അവാർഡുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. വിവിധങ്ങളായിട്ടുള്ള പഠനങ്ങൾ നമുക്കത് കാണാൻ പറ്റും. വിവിധങ്ങളായ പുതിയ പുതിയ വാർത്തകൾ നമ്മളോടത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും വലിയ വിദേശ രാജ്യങ്ങളുടെ വേഗത പോലെ നമ്മുടെ കേരളവും ആ അർത്ഥത്തിൽ മാറിയിട്ടുണ്ട് എന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത്. നമ്മുടെ കേരളത്തിൽ 2.1 ബർത്ത് റേറ്റ്, ഫെർട്ടിലിറ്റി റേറ്റ് ഉണ്ടാവേണ്ടത് എങ്കിൽ അത് 1.5 താഴേക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നും അതിന്റെ റിസൾട്ടായി 2036 ആകുമ്പോൾ ഇവിടെ വൃദ്ധജനങ്ങൾ, വയോജനങ്ങൾ, ഇവിടുത്തെ ബാലൻസ് നഷ്ടപ്പെട്ട ഒരു ഡെമോഗ്രാഫി, ഒരു പോപ്പുലേഷൻ സിസ്റ്റത്തിലേക്ക് നമ്മുടെ നാട് മാറുമെന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയ മന്ത്രിസഭ പ്രഖ്യാപിച്ചു, വയോജനങ്ങൾക്ക് വേണ്ടി വകുപ്പ് വരുന്നു, ഡിപ്പാർട്ട്മെന്റ് വരുന്നു എന്നൊക്കെ. അതൊരു പുരോഗതിയുടെ വർത്തമാനമാണ് എന്ന് വിചാരിക്കുമ്പോൾ തന്നെയും അതിന്റെ മറുപുറം നമ്മുടെ നാട്ടിൽ വയോജനങ്ങൾ കൂടാൻ കാരണമായ തരത്തിൽ അവരുടെ കൃത്യമായ അനുപാതത്തിൽ, അവർക്ക് വേണ്ട അനുപാതത്തിൽ യുവജനങ്ങളും മക്കളുമില്ലാത്ത ഒരു സാമൂഹിക സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ്. കേരളത്തിലെ യുവാക്കൾക്കും കുട്ടികൾക്കും കൈകാര്യം ചെയ്യാൻ, അവർക്ക് പരിപാലിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തേക്ക് വയോജനങ്ങളുടെ ജനസംഖ്യ മാറുന്നു എന്ന് പറയുന്നത് നമ്മുടെ തെറ്റായ ചില തീരുമാനങ്ങളുടെ റിസൾട്ട് കൂടിയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ തന്നെയും നമ്മൾ എങ്ങനെയാണ് വയോജനങ്ങളോട് പെരുമാറേണ്ടത് എന്ന ബോധ്യം ഈ സമൂഹത്തോട് കൂടുതൽ പഠിപ്പിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളെ, അമ്മയെ, അച്ഛനെയൊക്കെ വീടുകളിൽ നിന്ന് വെറും ഒരു ഉപകാരമില്ലാത്ത ഡിസ്പോസിബിൾ ആയിട്ടുള്ള വസ്തുക്കളായി വിചാരിക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ മനുഷ്യർക്ക് നീതി കൊടുക്കാൻ, ആ മനുഷ്യർക്ക് സ്നേഹം കൊടുക്കാൻ, ആ മനുഷ്യർക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കാനാണ് മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. വിശുദ്ധമായ ഖുർആനിൽ 8 സ്ഥലത്താണ് അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾക്ക് കരുണ ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. മാതാപിതാക്കളിൽ മാത്രം അവസാനിക്കുന്നതല്ല ഈ കാരുണ്യത്തിന്റെ വലുപ്പം എന്ന് പറയുന്നത്. ശാരീരികമായി, മാനസികമായി വെല്ലുവിളി നേരിടുന്ന മക്കളോട് എങ്ങനെ പെരുമാറണം, സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഒരു ഗവൺമെന്റ് തലത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പ്രധാനമായി ഓരോ വ്യക്തിയും കുടുംബവും ഇത്തരം മനുഷ്യരുടെ സേവനത്തിൽ അവർക്ക് ആത്യന്തികമായ ആനന്ദമുണ്ട് എന്ന പ്രചോദനത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വലിയ ആശയമായി നമ്മുടെ ജീവിതത്തിന്റെ ധർമ്മമായി കാണേണ്ടത് എന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ ശ്രദ്ധിച്ചല്ലോ, ഓസ്ട്രേലിയ, അവിടെയുള്ള ഒരു മലയാളി ദമ്പതികളുടെ ഒരു മാനസിക വെല്ലുവിളി നേടുന്ന കുട്ടിയെ
ഇനി ഈ രാജ്യത്തിന് ആ കുട്ടിക്ക് വേണ്ടിയുള്ള പണം ചെലവഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞത് ഇത് ഒരു പ്രതീകമാണ്. ഇതേപോലെ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട്. കേരളത്തിലെ പല വീടുകളും വൃദ്ധസദനങ്ങളായി മാറിയിട്ടുണ്ട്. വീടുകൾ വൃദ്ധസദനങ്ങൾ ഉയരുന്നതിനപ്പുറത്തേക്ക് ഓരോ വീടുകളും വൃദ്ധഭവനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മക്കളില്ല, പേരമക്കളില്ല, അവരൊക്കെ അതിർത്തി കടന്ന് സഞ്ചരിച്ചിരിക്കുന്നു. വീടുകൾ വൃദ്ധഭവനങ്ങളായി. അവിടെ ഇങ്ങനെ അനാഥ പ്രേതങ്ങളെപ്പോലെ മാനസിക സ്വസ്ഥമില്ലാതെ സന്തോഷമില്ലാതെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഇന്നലകളിൽ തലമുറകൾക്ക് വേണ്ടി അധ്വാനിച്ച മനുഷ്യരുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. പുതിയ കാലത്ത് ജനറേഷനുകളുടെ മാറ്റങ്ങൾ, നമ്മളിങ്ങനെ ജനറേഷന്റെ മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. കടിഞ്ഞലക്ക മാതൃഭൂമി വിശാലമായി ജനറേഷന്റെ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വലിയ മഹാന്മാരായിട്ടുള്ള ജനറേഷനെ കുറിച്ച്, അതേ പ്രകാരം തന്നെ ഓരോ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ജനറേഷനുകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ജനറേഷൻ ആൽഫയിൽ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ജനറേഷനുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ വന്ന വലിയ മാറ്റങ്ങൾ ഈ വേഗത കൊണ്ട് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അഥവാ പുതിയ തലമുറയുടെ ഭാഷകൾ മനസ്സിലാക്കാൻ കഴിയാത്ത തലമുറ, അതേ പ്രകാരം തന്നെ ആ ഭാഷ മനസ്സിലാക്കാത്ത പഴയ തലമുറയോട് ബഹുമാനത്തോടെ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായത് അനുഭവിച്ചുകൊണ്ട് പ്രവർത്തിക്കാത്ത തരത്തിലുള്ള പുതിയ തലമുറ, ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഭാഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ പോലും വേറൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കമ്മ്യൂണിക്കേഷന്റെ അനന്തരഫലമായി പഴയ തലമുറയോട് സംവദിക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ സംവദിക്കാനുള്ള ഭാഷയില്ലാത്ത മനുഷ്യരായി പുതിയ തലമുറ മാറുന്നു എന്നത് ഏറ്റവും പ്രധാനമായ വൈകാരിക പ്രതിസന്ധിയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. മനുഷ്യന്റെ ചരിത്രം എന്ന് പറയുന്നത് യുദ്ധങ്ങളുടേത് മാത്രമല്ല, രാജാക്കന്മാരുടേത് മാത്രമല്ല. മനുഷ്യന്റെ ചരിത്രങ്ങൾ പുരോഗതിയുടെയും വെട്ടിപ്പിടിക്കലിന്റെയും കൃഷിയുടേത് മാത്രമല്ല. മനുഷ്യന്റെ ചരിത്രം അത് ഇമോഷന്റേത് കൂടിയാണ്, വൈകാരികതയുടെ ചരിത്രമാണ്. നമ്മുടെ ചരിത്രത്തിൽ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് ആവശ്യമുള്ള വൈകാരിക നിക്ഷേപം നടത്തിയ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ അറ്റുപോകുന്നു എന്ന് പറഞ്ഞാൽ, ആ ബന്ധങ്ങളുടെ സുതാര്യമായ നടത്തിപ്പുണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യരാശി വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നാണ്. അതിന്റെ പ്രോഡക്റ്റാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആത്മഹത്യകൾ. കേരളം ആത്മഹത്യയിൽ ലോകത്തെ പ്രധാനപ്പെട്ട ആത്മഹത്യകൾ നടക്കുന്ന രാജ്യങ്ങളോട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉണ്ടാകുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് അത് കേരളമാണെന്നുള്ള തിരിച്ചറിവ് എത്രമേൽ ഭീകരമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിൽ സംഭവിക്കേണ്ട വൈകാരിക നിക്ഷേപങ്ങൾ, നമ്മളിൽ സംഭവിക്കേണ്ട ഇമോഷണലായിട്ടുള്ള ചേർന്ന് നിൽക്കലുകൾ, അത് ഈ വേഗത കൊണ്ട് അഭാവം സംഭവിച്ചാൽ തീർച്ചയായും വേഗത്തിലോടുന്ന മനുഷ്യരോട് അത്രവേൽ വേഗത്തിലോടാത്ത മനുഷ്യരെ തട്ടി ആ മനുഷ്യർ വീഴുന്ന, അവർ നിസ്സഹായ നിലവിളികൾ വിളിക്കുന്ന കാഴ്ചകളെയാണ് നമ്മൾ കാണേണ്ടി വരിക. അത്തരമൊരു കാലത്ത് ഏറ്റവും പ്രബുദ്ധതയോടെ ഈ സമൂഹത്തിനോട് സാംസ്കാരികമായ ഒരു പ്രതിരോധം തീർക്കാൻ, സമൂഹത്തിന് പ്രബുദ്ധതയുടെ വർത്തമാനങ്ങൾ പറയാൻ ഈ വിദ്യാർത്ഥികൾക്ക്, സാഹിത്യോത്സവിന്റെ പ്രതിഭകൾക്ക് കഴിയട്ടെ എന്നാണ് ഈ പ്രമേയം ഇവിടെ ചർച്ചയാക്കുന്നതിലൂടെ ജില്ലാ കമ്മിറ്റി ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പ്രമേയത്തിന്റെ ചർച്ച ഇവിടെ അവസാനിക്കുകയല്ല. ഈ സാഹിത്യോത്സവ് ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ വേഗത കൂട്ടുകയാണ്. നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രമേയത്തിന്റെ ദീപശികൾ കത്തിച്ചുകൊണ്ട് നിങ്ങൾ സമൂഹത്തോട് ഇതുമായി ബന്ധപ്പെട്ട് സംവദിച്ച് നിങ്ങൾ സാഹിത്യോത്സവിൽ ഏറ്റെടുത്ത ധർമ്മങ്ങൾ പുതിയ കാലത്ത് നിർവഹിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി വാഹൃദാവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.